ലേണിംഗ് ദ ഗെയിം. എഴുതിയത് സച്ചിൻ രമേശ് തെണ്ടുൽക്കർ. സച്ചിൻ്റെ ആത്മകഥയായ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണ് ലേണിംഗ് ദ ഗെയിം. വളരെ ചെറുതായിരിക്കുമ്പോഴേ ഞാൻ ടെന്നീസ് ബോൾ ഉപയോഗിച്ച് എൻ്റെ കോളനിയിലെ സുഹൃത്തുക്കളുമായി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ടി വിയിൽ ക്രിക്കറ്റ് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടപ്പെട്ട കളിക്കാരായ സുനിൽ ഗാവസ്കറിനെയും വിവിയൻ റിച്ചാർഡ്സിൻ്റെയും ഒക്കെ രീതികൾ അനുകരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ക്രിക്കറ്റിൽ ബാറ്റിംഗ് മാത്രമല്ല ബൗളിങ്ങും എനിക്കിഷ്ടമായിരുന്നു. മുംബൈയിലെ മറ്റു സ്കൂളുകളെ അപേക്ഷിച്ച് ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂൾ ക്രിക്കറ്റിന് നല്ല പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് എൻ്റെ സഹോദരൻ അജിത്തിന് അറിയാമായിരുന്നു. രമാകാന്ത് അച്ചരേക്കർ സാറായിരുന്നു അവിടുത്തെ ക്രിക്കറ്റ് കോച്ച്. സമ്മർ ക്യാമ്പുകളും അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. അജിത് ഒരു ദിവസം എന്നെയും ക്യാമ്പിൽ കൊണ്ടുപോയി. ആർക്ക് വേണമെങ്കിലും ക്യാമ്പിൽ ട്രയലിൽ പങ്കെടുക്കാം. പക്ഷേ അച്ചരേക്കർ സാറാണ് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നത്. എനിക്ക് അന്ന് 11 വയസ്സായിരുന്നു. അച്ചരേക്കർ സർ 1943 തൻ്റെ 11ാമത്തെ വയസ്സിലാണ് ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിച്ചത്. അതേ പ്രായത്തിലാണ് ഞാനും ക്രിക്കറ്റ് കളിക്കാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നത്. അതിനു മുമ്പ് ആൾക്കൂട്ടത്തിന് മുൻപിൽ നെറ്റിനകത്ത് നിന്ന് ഞാൻ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. സാറും എന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. എൻ്റെ സഹോദരൻ അജിത്തിനെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് സാർ പറഞ്ഞു, അവനിപ്പോൾ തീരെ ചെറിയ കുട്ടിയല്ലേ, അല്പം കൂടെ മുതിർന്ന ശേഷം ക്യാമ്പിൽ വീണ്ടും കൊണ്ടുവരൂ. പക്ഷേ കോളനിയിൽ എൻ്റെ കളി കണ്ടിട്ടുള്ള അജിത്തിന് അറിയാമായിരുന്നു ഇതിലും വളരെ നന്നായി എനിക്ക് കളിക്കാൻ സാധിക്കുമെന്ന്. അജിത് സാറിനോട് ടെൻഷൻ കൊണ്ടാണ് എൻ്റെ പെർഫോമൻസ് ശരിയാകാത്തതെന്നും വീണ്ടും ഒരു അവസരം കൂടെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ സാർ അവിടെ നിന്ന് പോകുന്നതായി കാണിക്കണമെന്നും അല്പം ദൂരെ മാറി നിന്ന് എന്നെ നിരീക്ഷിക്കണമെന്നും പറഞ്ഞു. സാർ അത് സമ്മതിച്ചു. അടുത്ത പ്രാവശ്യം ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ സാർ അടുത്തില്ല എന്ന ആശ്വാസത്തോടെ ഞാൻ നന്നായി കളിച്ചു. അങ്ങനെ സർ എന്നെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ തയ്യാറായി. എനിക്ക് വളരെയധികം സന്തോഷമായി. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിച്ച ഒരവസരമായിരുന്നു അത്. ഹലോ ഫ്രണ്ട്സ്, ദ നെയിം ഈസ് ഷീജ. വെൽക്കം ടു മൈ ചാനൽ സ്റ്റോറി ലോഡഡ്. നല്ല നല്ല കഥകൾ ആസ്വദിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ക്യാമ്പിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ശിവാജി പാർക്കിൽ ഓരോ സെഷൻ ഉണ്ടാകും. രാവിലെ 7:30 മുതൽ 10:30 വരെ പ്രാക്ടീസ് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ഏറെ വൈകുന്നത് വരെ വീണ്ടും പ്രാക്ടീസ്. ദിവസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഞാൻ തീർത്തും തളർന്നിട്ടുണ്ടാകും. ബാന്ദ്രയിലെ എൻ്റെ വീട്ടിൽ നിന്ന് 40 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്താണ് ശിവാജി പാർക്കിൽ ഞാൻ എത്തിയിരുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അജിത്തും കൂടെ വന്നിരുന്നു. ബസ് യാത്രകൾക്കിടയിൽ അദ്ദേഹം എപ്പോഴും ബാറ്റിങ്ങിനെ പറ്റിയുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ പറയുമായിരുന്നു. അത് കേട്ടിരിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അജിത് പങ്കുവച്ച ആ നുറുങ്ങുകൾ എൻ്റെ കരിയറിൽ ഒരു സ്വകാര്യ കോച്ചിങ് കൈപ്പുസ്തകമായി എനിക്ക് ഉപകരിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ജോഡി ക്രിക്കറ്റ് വസ്ത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലത്തെ സെഷൻ കഴിഞ്ഞു വന്നാൽ ഉടൻ കഴുകിയിടും. അത് ഉണക്കിയെടുത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷന് ഇട്ടുകൊണ്ടുപോകും. രാത്രി വീണ്ടും അത് കഴുകിയിട്ട് അടുത്ത ദിവസം രാവിലെ അതും അണിഞ്ഞാണ് വീണ്ടും പോകുന്നത്. ഈ രീതി നന്നായി തന്നെ തുടർന്നു. പക്ഷേ പോക്കറ്റുകൾ മാത്രം ഒരിക്കലും ഉണങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പ് കഴിയുവോളം ദിവസവും ഞാൻ നനഞ്ഞ പോക്കറ്റോടെയാണ് കളിച്ചിരുന്നത്. ക്യാമ്പ് തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സർ എൻ്റെ ബാറ്റിങ്ങിൽ പ്രത്യേക താല്പര്യം കാണിക്കുകയും 1 വർഷം പൂർണ്ണമായി പ്രാക്ടീസ് ചെയ്താൽ ഭാവിയിൽ നല്ല ഒരു ക്രിക്കറ്റർ ആകാൻ എനിക്ക് കഴിവുണ്ടെന്നും പറഞ്ഞു. ഒരു ദിവസം സർ എൻ്റെ പിതാവിനെ വിളിച്ചു. എന്നെ ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് മാറ്റുന്നതിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ അച്ചരേക്കർ സർ ക്രിക്കറ്റ് കോച്ചായ ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് ഞാൻ മാറി. എൻ്റെ പിതാവ് എപ്പോഴും എന്നിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നത് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമം നടത്തണമെന്നുള്ളതാണ്. ശാരദാശ്രമത്തിലെ എൻ്റെ ആദ്യ വർഷം 60 ദിവസത്തെ വേനലവധിക്കാലത്ത് ഞാൻ 55 പ്രാക്ടീസ് മാച്ചുകൾ കളിച്ചു.
എൻ്റെ വേനൽക്കാല സെഷൻസ് രാവിലെ 7:30 തുടങ്ങി വൈകിട്ട് 4:30 അവസാനിച്ചിരുന്നത്. അരമണിക്കൂർ ബ്രേക്കിന് ശേഷം വീണ്ടും 5 മണിക്ക് ഈവനിംഗ് സെഷൻ ആരംഭിക്കും. ബ്രേക്കിൻ്റെ സമയം സർ മിക്കപ്പോഴും വടാപ്പാവ് വാങ്ങിക്കഴിക്കാൻ പണം തന്നിരുന്നു. 5 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് എനിക്ക് 5 നെറ്റ് സെഷൻസ് ഉണ്ടാകും. അവസാന 15 മിനിറ്റിൽ സാർ ഒരു 1 രൂപ നാണയം ഒരു സ്റ്റമ്പിൻ്റെ മുകളിൽ വയ്ക്കും. അത് താഴെ വീഴാതെ നോക്കിയാൽ ആ നാണയം എനിക്ക് സ്വന്തമാക്കാം. ഈ സമയം ക്യാമ്പിലെ എല്ലാ ബൗളർമാരും വന്ന് പന്തെറിയും. 60-70 കുട്ടികൾ ഫീൽഡിങ്ങിനും ഉണ്ടാകും. ആ 15 മിനിറ്റിൽ എനിക്ക് നേരെ വരുന്ന എല്ലാ പന്തും ഞാൻ അടിച്ചാലേ പറ്റൂ. ആ 1 രൂപ നാണയം നേടുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സംതൃപ്തി എന്നിൽ ഉളവാക്കിയിരുന്നു. അതോടൊപ്പം ശാരീരികമായി തളർന്നു നിൽക്കുമ്പോഴും എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിയിൽ തുടരണമെന്നുള്ളതും എന്നെ അത് പഠിപ്പിച്ചു. അതും കഴിഞ്ഞ ശേഷം സാർ എന്നോട് ശിവാജി പാർക്ക് 2 പ്രാവശ്യം ഓടിയിട്ട് വരാൻ പറയും. അതും പാഡും ഗ്ലൗവും അണിഞ്ഞുകൊണ്ട്. അതായിരുന്നു ട്രെയിനിങ്ങിൻ്റെ അവസാന ഭാഗം. അതും കൂടെ കഴിയുമ്പോൾ ഞാൻ തീർത്തും അവശനായിട്ടുണ്ടാകും. പക്ഷേ ഈ പ്രാക്ടീസ് റുട്ടീൻ എൻ്റെ ശാരീരിക മാനസിക സ്റ്റാമിന വളർത്തിയെടുക്കാൻ വളരെയധികം സഹായിച്ചു. വല്ലപ്പോഴും എൻ്റെ പിതാവ് എന്നെ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വരുമായിരുന്നു. വരുമ്പോഴൊക്കെ ഞാൻ അടുത്തുള്ള ജ്യൂസ് കടയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിത്തരാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കാനായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മറന്ന് അദ്ദേഹം അത് വാങ്ങിത്തരുമായിരുന്നു. ചില ദിവസങ്ങളിൽ മടക്കയാത്രയിൽ ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയാൽ ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. സീറ്റ് കിട്ടാത്ത ദിവസങ്ങളിൽ എൻ്റെ കിറ്റ് ബാഗും പിടിച്ച് നിൽക്കേണ്ടി വരും. ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമായിരുന്നെങ്കിലും ചില ദിവസങ്ങളിൽ എൻ്റെ കൂട്ടുകാരുമായി വീട്ടിൽ കളിക്കുന്നതിനിടയ്ക്ക് പ്രാക്ടീസിന് പോകാൻ ഞാൻ സൗകര്യപൂർവ്വം മറക്കും. അത്തരം ദിവസങ്ങളിൽ അച്ചരേക്കർ സർ തൻ്റെ സ്കൂട്ടർ ഓടിച്ച് എന്നെ തിരഞ്ഞു വരും. ഞാൻ എക്സ്ക്യൂസുകൾ പറഞ്ഞാലും അദ്ദേഹം എന്നെ കയ്യോടെ ഡ്രസ് മാറ്റിച്ച് നേരെ ശിവാജി പാർക്കിലേക്ക് കൊണ്ടുപോകും. യാത്രക്കിടയിൽ അദ്ദേഹം പറയും, ആ കുട്ടികളുടെ കൂടെ കളിച്ച് നടന്ന് നീ നിൻ്റെ സമയം പാഴാക്കരുത്. ക്രിക്കറ്റ് നിന്നെ കാത്തിരിക്കുന്നു. കഠിനമായി പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് സംഭവിക്കാൻ പോകുന്ന മാജിക്കിനായി കാത്തിരിക്കൂ. ആ സമയങ്ങളിൽ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നത് എനിക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ ലജ്ജാകരമായി തോന്നുന്നു. മാത്രവുമല്ല അച്ചരേക്കർ സാറിൻ്റെ ദീർഘവീക്ഷണത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ദിവസേനയുള്ള വൈകുന്നേരത്തെ പ്രാക്ടീസിന് പോകാതെ ഒരു ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയി. മാച്ച് കാണാൻ സാറും ഉണ്ടായിരുന്നു. എന്നെ അവിടെ കണ്ട സാർ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഇവിടെ വന്ന് മറ്റുള്ളവർ കളിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ആളല്ല. നീ കഠിനമായി പ്രാക്ടീസ് ചെയ്താൽ ഒരു ദിവസം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നിന്റെ കളി കാണാനായി വന്നിരിക്കും. അദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എന്ന ക്രിക്കറ്റർ ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹം കർശന അച്ചടക്ക നടപടികളുള്ള ആളായിരുന്നു. എനിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം അദ്ദേഹം ചെയ്തു. ഞാൻ എന്നും അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു.